ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു അവർ ചാനൽ. അപ്പോൾ ഞാനിന്നിവിടെ തയ്യാറാക്കാൻ പോകുന്നത് വെറൈറ്റി ആയിട്ടുള്ളൊരു പായസമാണ്. അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ നമുക്ക് പായസം എങ്ങനെ തയ്യാറാക്കാൻ പോകുന്നതെന്ന് നോക്കാം. അപ്പോൾ അതിനായിട്ടൊരു പാൻ അടുപ്പിൽ വെച്ചിട്ടുണ്ട്. അത് ചൂടായി വരുമ്പോഴത്തേക്ക് നമുക്കൊരു ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ച് കൊടുക്കാം. ഒന്ന് ചൂടായിട്ട് കുറച്ച് കാഷ്യൂനട്ട് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഞാനിവിടെ കുറച്ച് കൂടുതലായിട്ട് എടുത്തിട്ടുണ്ടെന്ന് വെച്ചാൽ 2 സെറ്റായിട്ട് നമുക്ക് കാഷ്യൂനട്ട് ഉപയോഗിക്കണതിനകത്ത്. അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ. അപ്പം ഇത് കാഷ്യൂനട്ട് അതിൻ്റെ കളറൊക്കെ ഒന്ന് മാറി വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിതൊന്നങ്ങോട്ട് കോരി പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കാം. നമുക്ക് ആ പാത്രത്തിലേക്ക് തന്നെ കുറച്ച് കിസ്മസും കൂടെ ഇട്ട് കൊടുക്കാം. അതൊന്ന് ഫ്രൈ ആക്കി എടുക്കണം. അപ്പോൾ അതോടെ ഫ്രൈ ആയി അതിങ്ങനെ വീർത്തൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ അതും കൂടെ കോരി മാറ്റി നമുക്ക് ആ പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കാം. ഇനി ഞാൻ 1/2 കപ്പ് സേമിയാണ് എടുത്തിട്ടുള്ളത്. അത് നമുക്ക് നന്നായിട്ടൊന്ന് ഫ്രൈ ആക്കി എടുക്കാം. അതിൻ്റെ കളറൊക്കെ ഒന്ന് മാറി വരുന്നത് വരെ നമുക്ക് ഇളകിക്കൊണ്ടേ ഇരിക്കാം. എന്താ ഇപ്പം നല്ല കളറൊക്കെ മാറി വന്നിട്ടുണ്ട്. നമ്മളത് പാത്രത്തിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട്. 1 ടേബിൾ സ്പൂൺ ചൗരി എടുത്ത് ഒരു 10 മിനിറ്റിന് മുമ്പ് ഒന്ന് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. ഒന്ന് കുതിർന്ന് വന്നിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ കൂടെ ഇനി നമുക്ക് അതിനകത്തേക്ക് 2 ടേബിൾ സ്പൂൺ വെള്ളം കൂടെ ഒഴിച്ച് കൊടുത്തിട്ട് അത് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ നമ്മൾ ഈ ചൗരി തിളച്ച് വരുമ്പോഴത്തേക്ക് കൈ എടുക്കാതെ ഇളക്കിക്കൊണ്ടിരിക്കണം, ഇല്ലെങ്കിൽ അത് കട്ട കുത്തിപ്പോവും. അപ്പോൾ നമ്മൾ നന്നായിട്ടൊന്ന് ഇളക്കി ഇപ്പം ഏകദേശം വെന്ത് വന്നിട്ടുണ്ട്, നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് നമുക്ക് മാറ്റി വയ്ക്കാം. നമ്മൾ നേരത്തെ പാൻ അടുപ്പിൽ വെച്ചിട്ടുണ്ട്. അതിനകത്തേക്ക് 2 ടേബിൾ സ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതുപോലെ 2 ടേബിൾ സ്പൂൺ വെള്ളവും കൂടെ ഒഴിച്ച് കൊടുത്ത് നമുക്ക് ഈ പഞ്ചസാരയൊന്ന് കാരമൽ ചെയ്തെടുക്കണം. അതെന്ന് വെച്ചാൽ നമ്മുടെ പായസത്തിന് നല്ലൊരു കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അതുകൊണ്ട് പഞ്ചസാരയൊന്ന് നല്ലപോലെ ഒരു കളറൊക്കെ ഒന്ന് മാറി വരുന്നത് വരെ. ഇപ്പോൾ കളറൊക്കെ മാറി വന്നിട്ടുണ്ട് കേട്ടോ, നല്ല കളറായിട്ടുണ്ട്. അപ്പം അതിനകത്തേക്ക് ഇനി ഞാൻ 1/2 ലിറ്റർ പാലാണ് ഒഴിച്ച് കൊടുക്കുന്നത്. അപ്പം 1/2 ലിറ്റർ പാലൊഴിച്ച് കൊടുക്കുമ്പോഴത്തേക്ക് ആ കാരമൽ ചെയ്ത പഞ്ചസാരയാണ് അതിങ്ങനെ കട്ടയ്ക്ക് കിടക്കുന്നത്. പക്ഷേ അത് കുഴപ്പമില്ല. അത് ഈ പാലൊന്ന് ചൂടായി വരുമ്പോഴത്തേക്കും അത് നന്നായിട്ട് അതിനകത്തങ്ങ് മെൽറ്റായിക്കോളും. അപ്പോൾ കുഴപ്പമില്ല. ഇനി ഞാൻ അതിനകത്തേക്ക് 1/2 ലിറ്റർ പാലെടുത്തിട്ടുണ്ട്. 1 കപ്പ് വെള്ളം കൂടെ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അതായത് ആ പാലിൻ്റെ പകുതിയോളം വെള്ളം കൂടെ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇനി അതൊന്ന് തിളച്ച് വരുമ്പോഴത്തേക്കും ഇനി നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന ആ ചൗരിയും കൂടെ ഇതിനകത്തേക്ക് ഒഴിച്ച് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഞാൻ മധുരത്തിനായിട്ട് നെസ്ലയുടെ മിൽക്ക് മെയ്ഡാണ് ഉപയോഗിക്കാൻ പോകുന്നത്. അപ്പം ഞാൻ ആ ടിന്നിൻ്റെ ഒരു 1/4 ഭാഗം മാത്രമേ ഇതിന് ഉപയോഗിക്കുന്നുള്ളൂ. എന്നുവെച്ചാൽ ഇത്രയും പായസത്തിന് അത്രയും മധുരം മതിയാവും. അപ്പോൾ മധുരം കൂടിക്കഴിഞ്ഞാൽ നമുക്ക് കഴിക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ ഇത് ഇത്രയും കറക്റ്റ് അളവിലാണ് എടുത്തിരിക്കുന്നത്. ഇത്രയും മാത്രം മതി കേട്ടോ. അപ്പോൾ ആവശ്യത്തിനുള്ള മധുരം ആയിട്ടുണ്ട്. ഇനി നമ്മളിതിനകത്തേക്ക് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന സേമിയ ഇട്ട് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ അതെല്ലാം കൂടി നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഞാൻ ഫ്രൈ ചെയ്ത് വെച്ചിരുന്ന ആ കാഷ്നട്ടിൻ്റെ ഒരു പകുതിയോളം എടുത്തിട്ട് അതൊന്ന് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതും കൂടെ ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ബാക്കിയുള്ള കാഷ്നട്ടും കിസ്മസും കൂടി ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കണം. പിന്നെ അതിനുശേഷം ഞാൻ കുറച്ചൊരു 5 ഡേറ്റ്സാണ്, അത് ചെറിയ പീസാക്കി എടുത്തിട്ടുണ്ട്. അതും കൂടെ ഇതിനകത്ത് ഇടാൻ വേണ്ടിയിട്ട് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ അത് നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ മാത്രം ഇട്ട് കൊടുത്താൽ മതി. അത് ഇട്ട് കൊടുക്കണം നിർബന്ധമൊന്നുമില്ല. ഞാനൊരു വെറൈറ്റിക്ക് വേണ്ടിയിട്ട് ഇട്ടുന്നേ ഉള്ളൂ കേട്ടോ. അപ്പോൾ നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ മാത്രം ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ അതും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യും കൂടെ ഒഴിച്ച് കൊടുക്കാം. തീ ഓഫാക്കിയതിന് ശേഷം ഇതൊന്ന് 5 മിനിറ്റത്തേക്കൊന്ന് അടച്ച് വയ്ക്കാം. അപ്പോൾ 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമ്മൾ തുറക്കാൻ പോവാണ്. അപ്പോൾ ഇതിൻ്റെ മണം ഉണ്ടല്ലോ, അങ്ങോട്ട് മൊത്തം പരക്കുന്നുണ്ട് കേട്ടോ. നല്ല അടിപൊളി പായസമാണ്. ഇത് കാണുമ്പോൾ തന്നെ അറിയാം അതിൻ്റെ രുചി എന്തായിരിക്കുമെന്ന്. അപ്പോൾ ഞാൻ ഇതിനകത്ത് ഏലക്കപ്പൊടി ഇട്ടിട്ടില്ല. ഏലക്കപ്പൊടി ഇതിൻ്റെ ഇപ്പോൾ തന്നെ നല്ല മണമൊക്കെ വരുന്നുണ്ട്. പിന്നെ ഏലക്കയുടെ ടേസ്റ്റ് അധികം ഇഷ്ടമില്ലാത്തതുകൊണ്ടാണ് ഇടാതിരുന്നത്. ഏലക്കയുടെ ടേസ്റ്റ് ഇഷ്ടമുണ്ടെങ്കിൽ കുറച്ച് ഏലക്ക അവിടെ പൊടിച്ച് ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പം എല്ലാവരും പറയാറുണ്ടല്ലോ, ഒരു പുതിയ കാര്യം ചെയ്യുമ്പോഴും മധുരം കഴിച്ചുകൊണ്ട് വേണം തുടങ്ങാൻ. അതുപോലെ നമ്മൾ ഇന്നൊരു പുതിയ വർഷം തുടങ്ങുകയാണ്. അപ്പം അതുകൊണ്ടാണ് ഞാൻ ഇന്നൊരു പായസത്തിൻ്റെ റെസിപ്പിയായിട്ട് വന്നിട്ടുള്ളത്. അപ്പോൾ എല്ലാവരും മധുരം കഴിച്ച് തന്നെ തുടങ്ങണം. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ഹാപ്പി ന്യൂ ഇയർ.